അതിൻ്റെ 7-ാം വാക്യം. 2 കൊരിന്ത്യൻസ് അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ വാക്യമാണ്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ലോകത്തിൻ്റെ വിശ്വാസം മുഴുവൻ കാഴ്ചയെ ബേസ് ചെയ്തുള്ള വിശ്വാസമാണ്. കാഴ്ചയെ ബേസ് ചെയ്തുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസമല്ല. വലിയ സംഭവങ്ങൾ അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യൻ ഓടുന്നതിന് വലിയ കൂടാരങ്ങളിലേക്കും വലിയ ദൈവദാസന്മാരുടെ അടുക്കലെന്നും പറഞ്ഞ് ഓരോ വ്യക്തികളുടെ അടുക്കൽ ഓടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിശ്വാസമാണ്. കത്തോലിക്ക സഭയിൽ നിന്ന് പെന്തിക്കോസ്തി വന്നേച്ച് അവിടെ പെന്തിക്കോസ്ത് വിശ്വാസത്തിൽ നിന്ന് അവിടുന്ന് സാമ്പത്തിക വരുമാനം കുറഞ്ഞെന്ന് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും കത്തോലിക്ക സഭയിൽ പോയ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹമുണ്ട്. അദ്ദേഹം പ്രത്യേകം ട്രെയിൻ ചെയ്ത് വ്യക്തികളെ കൊണ്ടുവന്ന്, തളർന്ന വ്യക്തികളായിട്ട് കൂടെ കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിച്ചിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആൾ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം കാണിച്ചു. അങ്ങനെ ആൾക്കാർ ഒത്തിരി കൂടി. അവസാനം പത്രക്കാർ ചെന്ന് ആ ആളിനെ തിരക്കി പിടിച്ച് അവിടെ ചെന്നപ്പോൾ അവരൊരു സാധാരണക്കാർ സ്ത്രീയാണ്, എനിക്ക് കാശ് തന്ന് ഞാൻ ഇങ്ങനെ ചെയ്തതാണെന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്കറിയാം. കാഴ്ചയാലുള്ള വിശ്വാസത്തിൻ്റെ ബേസിലാണ് ഇന്നത്തെ ലോകം ഇരിക്കുന്നത്. അതങ്ങനെ ഇതിങ്ങനെ പൗലോസ് പറയുകയാണ്, ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ദൈവത്തിൻ്റെ ഭവനം ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. കൂടാരമായ നമ്മുടെ ഭവനം. നമുക്കെല്ലാം ഭവനമുണ്ട്, ചെറുതോ വലുതോ എങ്ങനെയും ആയിക്കൊള്ളട്ടെ. പക്ഷേ പൗലോസ് പറയുന്നു ഈ ഭവനം ഒരു കൂടാരമാണ്. ഈ ഭവനം ഒരു കൂടാരത്തിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുക, അല്ലെങ്കിൽ ഒരു വലിയ സംഭവം നടക്കുകയാണെങ്കിൽ പട്ടാളത്തെ വിളിച്ചുകൊണ്ട് വരും, മിലിറ്ററിയെ വിളിച്ചുകൊണ്ട് വരും. അവരിവിടെ താമസിക്കാൻ ഒരു വീട് പണിഞ്ഞ് താമസിക്കുകയല്ല, അവരൊരു തമ്പ്, ഒരു കൂടാരം പണിയും. ഇവിടുത്തെ ഇലക്ഷൻ റിസൾട്ട് അറിയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ തീരുമാനം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോഗ്രാം കഴിയുമ്പോൾ ഈ കൂടാരം അഴിച്ചുകൊണ്ട് അവർ വേറൊരിടത്ത് പോകും. ഇന്ത്യ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ബോർഡറിൽ താമസിക്കുവാനും, നേപ്പാളിൻ്റെ ബോർഡറിൽ, പാകിസ്ഥാൻ്റെ ബോർഡറിൽ ഒക്കെ കഴിയുന്ന ഭാരതത്തെ സംരക്ഷിക്കുന്ന പട്ടാളക്കാരവിടെ താമസിക്കുന്നത് വീട് പണിഞ്ഞല്ല, അവർ കൂടാരം പണിഞ്ഞിട്ടാണ്. ഈ കൂടാരം കഴിഞ്ഞ് വേറൊരു സാധ്യത നേപ്പാൾ ബോർഡറിലേക്ക് പോകുമ്പോൾ ഈ കൂടാരം കൊണ്ടുപോകും. പൗലോസ് പറയാണ്, ഈ വീടും ഇതുപോലെയാണ്, ഒരു കൂടാരമാണ്. നമ്മൾ എത്ര വലിയ മന്ദിരം പണിഞ്ഞാലും ഇതൊരു കൂടാരമാണ്. കാര്യം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്, നിനക്ക് ശാശ്വതമായി വസിക്കാനുള്ള ഒരു ഭവനമല്ല ഈ ഭവനം. അതുകൊണ്ട് ഇതൊരു കൂടാരമാണ്. ഹല്ലേലൂയ. ആ കൂടാരത്തിൽ, അതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞില്ലയോ, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലേ അല്ല വിശ്വാസത്താലെയാ. ഒരു മോക്ഷയാത്രയാ ഞാൻ നടക്കുന്നത്. ഭൂമി ജനിച്ച് വീണറം മുതൽ ദൈവം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന, കൈവെള്ളയിൽ എഴുതി വെച്ചിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും അവൻ്റെ കൈവെള്ളയിലുണ്ട്. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഉള്ളൂ. അതാണ് നിൻ്റെ പേർ എൻ്റെ കൈവെള്ളയിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ്, യഹോവ പറഞ്ഞതിൻ്റെ അർത്ഥം ജനിച്ചതും മരിക്കുന്നതും കുറിച്ചു വെക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതെന്തിനാ? ഈ ഭൂമിയിലെ ഡേറ്റ്, അനുവദിച്ചിരിക്കുന്ന ഡേറ്റ്. ഒരു കമ്പനി ജോലി ചെയ്താൽ അവൻ 60 വയസ്സ് കഴിയുമ്പോൾ അവരെഴുതി വെക്കും, ഇത്രാം തീയതി ഇവൻ റിട്ടയർ ചെയ്യണം. അതവിടുത്തെ നിയമമാണ്. സ്കൂളിലായാലും അധ്യാപകരായാലും കമ്പനി ജോലിക്കാരനായാലും ഇത്രാമത്തെ വയസ്സിൽ ഇത്രാമത്തെ ദിവസം ഇവൻ്റെ ഡ്യൂട്ടി ഇവിടുത്തെ കഴിയും, അവൻ റിട്ടയർ ചെയ്യണം. അതുപോലെ ദൈവം തൻ്റെ കൈവെള്ളയിൽ ഓരോ വ്യക്തിയുടെയും ഈ ഭൂമിയിലെ റിട്ടയർമെൻറ്റ് എഴുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കൂടാരമായ ഈ ഭവനം അഴിഞ്ഞു പോയാൽ അത് കഴിയുമ്പോൾ ഹല്ലേലൂയ നമുക്ക് നിത്യതയുടെ ഒരു കൂടാരമാകുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയാണ്, കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസത്താലാണ് നടക്കുന്നത്. ഞങ്ങൾ വിശ്വാസത്താലാണ് നടക്കുന്നത്, ഞങ്ങൾ കാഴ്ചയാലല്ല. ഹല്ലേലൂയ. അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായി കഴിയുന്നു. എന്താണ് ഈ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായി കഴിയുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ശരീരം മനോഹരമായി നമുക്ക് സൂക്ഷിക്കാൻ അറിയാം. ചൂട് വരുമ്പോൾ തണുത്ത വസ്തു കഴിക്കാനും, ചൂടുള്ളപ്പോൾ ഫാനിൻ്റെ കീഴിലിരിക്കാനും, പനി വരുമ്പോൾ മരുന്ന് പുരട്ടാനും, തലവേദന വരുമ്പോൾ ലേപനം പുരട്ടാനും, ആലിലെ കുഴമ്പ് തൂക്കാനും, അല്ലെങ്കിൽ അതുപോലെ ഡ്രസ്സ് ധരിക്കാനും ഒക്കെ ഈ ശരീരമാകുന്ന ഈ ശരീരത്തെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ആലിലുവേ
ഈ കൂടാരത്തിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവ് അവിടെ ഇല്ലെങ്കിൽ ഈ കൂടാരത്തിൽ എന്നും ഞരക്കം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ കൂടാരം ഞരങ്ങിക്കൊണ്ട് മാത്രമേ ഇരിക്കൂ. അത് പണ്ഡിതനായാലും പാമരനായാലും കോടീശ്വരനായാലും ദൈവിക ആത്മാവ് ഈ കൂടാരത്തിനകത്ത് വസിക്കുന്നില്ലെങ്കിൽ നിന്റെ ശരീരം ഞരക്കമുള്ളതാ, നഗ്നതയുള്ളതാ. നഗ്നനാ നീ. ഹല്ലേലൂയ. ഏദനിൽ ദൈവത്തിൻ്റെ സാമീപ്യം കൊടുത്ത് ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തോടു കൂടി സംസാരിച്ചിട്ട് ഉച്ചയ്ക്ക് അവൻ ഇറങ്ങി വരുമ്പോൾ ദൈവം വരുമ്പോൾ അവനോട് കൂടി സംസാരിച്ചിരുന്നത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്ന ആത്മീയ വസ്ത്രം അവരിൽ നിന്ന് പൈശാചികന്റെ വ്യാപാരത്താൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. ദൈവിക സാന്നിധ്യമില്ലാത്തതാണ് നഗ്നത. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ നിനക്ക് വേറൊരു കൂടാരത്തിൽ ധരിക്കുവാനുള്ള ആത്മീയ വസ്ത്രമായി നിനക്കൊരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലം എന്തെന്ന് നമ്മൾ ഗ്രഹിക്കണം. ഹല്ലേലൂയ. എന്താണ് വിശ്വാസം? നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെന്ന് എബ്രായർ 11:1 എഴുതിയിരിക്കുന്ന വിശ്വാസം. നമ്മൾക്ക് ഇത് കാണാതെ അറിയാം. എന്താണ് വിശ്വാസം എന്നതോ? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഹല്ലേലൂയ. നമ്മൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കപടമുള്ള പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ എന്തിനോ, ഒരു ചടങ്ങിന് വേണ്ടിയോ, ഒരു ഫംഗ്ഷന് വേണ്ടിയോ, അല്ലെ പാസ്റ്റർ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടോ, എന്താ വരാഞ്ഞെന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടോ ഒക്കെയുള്ള ഒരു ഫോർമൽ പ്രാർത്ഥനയാണ്. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഹല്ലേലൂയ. എന്താണ് വിശ്വാസം? അവിടെ 3 കാര്യങ്ങളാണ്. വിശ്വാസം എന്നത് എബ്രായർ 11 എടുത്താൽ അറിയാം, വേഗത്തിലെടുക്കാൻ നിങ്ങൾക്കറിയാവുന്ന സുപരിചിതമായ വാക്യമാണ്. എബ്രായർ 11:1. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ അവിടെ 3 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വിശ്വാസം, ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് പറയാം, ആശ. 3 കാണാത്ത കാര്യങ്ങൾ. 3 കാര്യങ്ങളല്ലേ അവിടെ പറയും. 1 വിശ്വാസം, 2 ആശ, 3 കാണാത്ത കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. എന്താണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. എന്താണ് വിശ്വാസം? അന്ധമായ വിശ്വാസം, അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്താണ് വിശ്വാസം എന്നുള്ള ഒറ്റ വാക്ക് ഞാൻ വിശദീകരിക്കാൻ വേഗം നിർത്താം. വിശ്വാസം എന്ന്, നമുക്കെല്ലാം വിശ്വാസമുണ്ട്, വിശ്വാസികളാണ് ഞങ്ങൾ വിശ്വാസികളാണോ? നമ്മൾ വേറൊരാളെ കാണുമ്പോൾ വിശ്വാസിയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കും. എന്താണ് വിശ്വാസം എന്നുള്ളത്? നമ്മൾ ചിലപ്പം ഒരു ദൈവദാസം വീട്ടിൽ വരുമ്പോഴോ ഒരു പ്രയാസമുള്ളപ്പോഴോ വിശ്വസിക്കുക, കണ്ണടച്ചങ്ങ് വിശ്വസിച്ചേരെ. കണ്ണടച്ച് വിശ്വസിക്കുന്നത് വിശ്വാസമല്ല. നമ്മളൊരു ലെവലൂടെ ചിന്തിക്കണം. കണ്ണടച്ച് വിശ്വസിക്കുന്ന, ഇപ്പം ഇവിടെ ഇരുട്ടുണ്ടാകുമെന്ന് കണ്ണടച്ചങ്ങ് വിശ്വസിച്ചാൽ ഇരുട്ട് വരുമോ? നടക്കുന്ന കാര്യമില്ല. കണ്ണടച്ചങ്ങ് വിശ്വസിക്കണമെന്ന് പലരെയും പറയുന്നുണ്ട്. ദൈവം ചെയ്യുമെന്ന് കണ്ണടച്ചങ്ങ് വിശ്വസിക്കണം. അതല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത്, ഒറ്റ വാക്കി പറഞ്ഞ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വസ്തതയുടെ ഉറപ്പാണ് വിശ്വാസം. ദൈവത്തിലുള്ള എൻ്റെ വിശ്വസ്തതയുടെ ഉറപ്പാണ് വിശ്വാസം. ഒരിക്കൽ കൂടി പറയാം. ദൈവത്തിലുള്ള എൻ്റെ വിശ്വസ്തതയുടെ ഉറപ്പാണ് വിശ്വാസം. എനിക്ക് ദൈവത്തിൽ എത്ര വിശ്വസ്തതയുണ്ടോ അതാ വിശ്വാസം. അതാണ് വിശ്വാസം. ഞാൻ വിശ്വസ്തനാണോ ദൈവം മുന്നിൽ, അതാണ് വിശ്വസ്തത. എനിക്ക് വിശ്വാസമില്ലാത്ത ദൈവദാസനോട് എനിക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചയിലും ഓടി അവിടെ വെള്ളം പോലും കുടിക്കാതെ ഓടി ഇവിടെ വരുമോ? ദൈവത്തിലുള്ള എൻ്റെ വിശ്വസ്തതയുടെ അളവാണ് വിശ്വാസം എന്നുള്ളത്. ഹല്ലേലൂയ. 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 നാം ലോകത്ത് കണ്ണടച്ച് പലതും വിശ്വസിക്കുന്നത് പോലെ ഹല്ലേലൂയ പലരും അങ്ങനെ പറയുമ്പോൾ ദൈവത്തിൽ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുകയല്ല, ദൈവത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിൽ എൻ്റെ വിശ്വസ്തത എന്താണ്? ഹല്ലേലൂയ. യഹോവ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും എന്ന വചനം ബൈബിളിൽ നമ്മൾ 100 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതിൽ എനിക്കുള്ള വിശ്വസ്തത എത്രയാണ്? ദൈവസന്നിധിയിൽ നിന്നെ വിശ്വസ്തനേ എന്ന് എണ്ണുന്ന ഒരു ദിവസം വരുമെന്ന് വിശുദ്ധ വചനം പറയുമ്പോൾ ഹല്ലേലൂയ. രണ്ടാമത് ആശ. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുക, വിശദീകരിക്കുന്നില്ല, വല്ല ധ്യാന മീറ്റിങ്ങിലൊക്കെ പറയേണ്ട വിഷയങ്ങളാണ്. രണ്ടാമത്തേത് ഹല്ലേലൂയ, ആശ. നാം എന്താണ് ആശിക്കുന്നത്? നമ്മളെന്താ ആശിക്കുന്നത്?
നമ്മളെന്താ ഈ ലോകത്ത്? അതാണ് പൗലോസ് ആദ്യം പറയാം, കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസത്താൽ. നമ്മൾ കാഴ്ചയിലൂടെ കാണുന്നതിനെ ആശിക്കുന്നത്, നമ്മൾ ലോകത്ത് കാണുന്നതിനെ ആശിക്കുന്നത്. എൻ്റെ അവസ്ഥ മാറണം, എൻ്റെ വീടിൻ്റെ ലെവല് മാറണം, എൻ്റെ ഫൈനാൻഷ്യൽ ലെവല് മാറണം, ആരോഗ്യസ്ഥിതി മാറണം. കാഴ്ചയാലുള്ള ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, ആശിക്കുന്നത് എന്ന് വരെ, എന്ന് മുതൽ, എത്ര ദിവസം വരെ, എത്ര ദിവസത്തേക്ക്. ഹല്ലേലൂയ. ആശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ. ആശിക്കുന്ന അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം എന്തുകൊണ്ടാണ് അവിടം വിട്ടിറങ്ങി തിരിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ ആ അബ്രഹാമിൻ്റെ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പിന്നീട് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഴയ നിയമ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ഒറ്റ വാക്കി പറയാം, പഞ്ചഗ്രന്ഥങ്ങൾ യഹൂദന്മാർ അവരുടെ സിനഗോഗിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. പുതിയ നിയമ വക്താക്കളായ നമുക്ക് വേണ്ടി കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു നിയമം തരുന്നു. നാം പുതിയ നിയമത്തിൻ്റെ വക്താക്കളാണ്. പഴയ നിയമകാലത്തെ നിഴലിനെ പൂർത്തീകരിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവില്ലാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയും പ്രസംഗവും പ്രതീക്ഷയും വ്യർത്ഥമാണ്. ഇതിൻ്റെ നിഴലായിരുന്നു പഴയ നിയമകാലത്തിൽ. അങ്ങനെയെങ്കിൽ എബ്രായ ലേഖനം 11 അധ്യായം ഒന്നെടുക്കാം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11 വേഗം എടുത്തുകൊണ്ട് എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 8ഉം 9ഉം വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ആ ആ ആ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വാസത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് എബ്രായർ 11 അധ്യായം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അതൊരു വിശ്വാസത്താലാണ്. നമ്മളോട് ഒരാളോടത്ത് പോകാൻ പറഞ്ഞ് നമ്മൾ അതിൻ്റെ മുഴുവൻ ഗൂഗിൾ മാപ്പും മേടിച്ച് അതിൻ്റെ അഡ്രസ്സും മേടിച്ച് അവനവിടെ കാണുമോ, പറഞ്ഞു വിട്ടത് നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാലും അവനവിടെ കാണുമോ, ഇങ്ങനെ പല നൂലുകൂട്ടം കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചേ നമ്മൾ പോകത്തുള്ളൂ. വിശ്വാസത്താൽ അബ്രഹാം യാത്ര തിരിച്ചു. അടുത്ത 9-ാം വാക്യം. മതി. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് എന്നിട്ട്, ദൈവദാസൻ എന്നോട് പറയുകയാണ്, ഒരു സ്ഥലത്തെയല്ല, അവിടെ നിനക്ക് ഞാൻ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു ഇന്ന പ്രദേശം, ആ സ്ഥലം നീ എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി തന്നിരിക്കുന്നു. യഹോവ ആ വാഗ്ദത്ത ദേശം തന്നു. അബ്രഹാം അവിടെ വീട് പണിഞ്ഞില്ല. നമ്മളാന്ന് പിന്നെ എനിക്ക് കിട്ടിയ സ്ഥലമല്ല, 1 ഏക്കർ വസ്തു എനിക്ക് തന്നു, എന്നാൽ പിന്നെ വീട് പണിഞ്ഞ് കളയാം, ഫൗണ്ടേഷൻ ഇട്ട് നല്ലൊരു കെട്ടിടം പണിയാം. അബ്രഹാം വിശ്വാസത്താൽ അവിടെ ചെന്നു, അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്ന അബ്രഹാം കൂടാരത്തിലാണ് വസിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, ഈ കൂടാരത്തിൽ ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നെങ്കിൽ എന്താണ് അബ്രഹാം അവിടെ ഒരു 2 നില വീട് പണിയാഞ്ഞത്? എന്താണ് കൂടാരത്തിൽ വസിച്ചത്? അതിൻ്റെ പരമപ്രധാനമായ അർത്ഥമാണ് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ 10-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വാസത്താൽ എണ്ണുകയാൽ. അതായത് ദൈവം അടിസ്ഥാനമിട്ട് ശില്പിയായി പണിയുന്ന ഒരു വാഗ്ദത്ത ഭവനം എനിക്കുണ്ടെന്ന് അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് അവൻ ചെന്നെത്തിയ സ്ഥലത്ത് കൂടാരമേ പണിഞ്ഞുള്ളൂ. അബ്രഹാം, അതാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് പറഞ്ഞത്. അബ്രഹാമേ നീ ഇവിടം വിട്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ 100% വിശ്വസിച്ചു. ശരി, അവിടെ എത്തിച്ചേർന്നു. എന്നാൽ ഇനി ഒരു 2 നില കെട്ടിടം പണിയാം, 2 കാറ് വാങ്ങിച്ചിടാം. അബ്രഹാം അവിടെ കൂടാരത്തിലാണ് വസിച്ചത്. ദൈവം പണിയുന്ന, മനുഷ്യൻ പണിയാത്ത, ദൈവം ശില്പിയായി പണിയുന്ന ഒരു കൂടാരം ഇതിനപ്പുറം എനിക്കുണ്ടെന്ന് അബ്രഹാമിനറിയായിരുന്നു. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസം.
വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആ ഉറപ്പ് അബ്രഹാമിനുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ അന്യദേശത്ത് പാർത്തു, കെട്ടിടം വെച്ചല്ല, കൂടാരത്തിൽ. ഹല്ലേലൂയ. അതെന്താ അങ്ങനെ ചെയ്തത്? ഒരു പ്രത്യാശ. ഈ പോകുന്ന വഴിയിലെല്ലാം ദൈവം അടയാളം കൊടുത്തു. ഹല്ലേലൂയ. അടയാളങ്ങൾ നിരവധി കൊടുത്തു. 10 അടയാളങ്ങൾ മിശ്രദേശത്ത്, അത് കഴിഞ്ഞ് യോർദാൻ വിഭജിച്ച അടയാളങ്ങൾ, പിന്നെ ആകാശത്തു നിന്ന് ഭക്ഷണം കൊടുത്ത അടയാളങ്ങൾ, അത് കഴിഞ്ഞിട്ട് പാറയിൽ നിന്ന് ജലം കൊടുത്ത അടയാളങ്ങൾ, എന്തെല്ലാം അടയാളങ്ങൾ. ഈ അടയാളങ്ങൾക്കപ്പുറത്തൊരു യാഥാർത്ഥ്യമുണ്ടെന്ന് അബ്രഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അത് എബ്രായ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ അത് കൊടുത്തിരിക്കുക. അതാണ് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പ്. അതാണ് കാണാത്ത കാര്യങ്ങൾ. അബ്രഹാം കനാൻ ചെന്ന് കണ്ടേച്ച് കടയടച്ച് ഇത്രയേ ഉള്ളൂ, ഇതായിരുന്നു ഇതിനായിരുന്നു വന്നേ, മോനെ സ്ഥലം കണ്ടു, ഇതാണ് നമുക്ക് ദൈവം തന്നത് എന്ന് അബ്രഹാം വിശ്വസിച്ചില്ല. അതിനപ്പുറത്തൊരു കൂടാരം, ഒരു ഭൗമ ഭവനമല്ലാത്തൊരു ഭവനമുണ്ടെന്നുള്ള പ്രത്യാശയിൽ കൂടാരത്തിൽ വസിച്ചു. അതുകൊണ്ടാണ് ആ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം. അതല്ലയോ നമ്മൾ പല പ്രാവശ്യം എഫേസ്യ ലേഖനം 1:3 വാക്യങ്ങളുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും. അതൊന്നും എടുത്ത് അതുകൂടെ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എഫേസ്യർ 1:3. നോക്കണം, അവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മളൊരു കാര്യം പറയാൻ ചെല്ലുക, ആ കാര്യം സാധിക്കണം, ഒരാവശ്യം സാധിക്കണം. അതിനെ നമുക്കറിയില്ല, നമുക്ക് വലിയൊരു കാര്യം സാധിച്ചു കിട്ടണം. അതിനൊരു നേതാവിനെ കാണണം, ഒരു മന്ത്രിയെ കാണില്ല, ഒരു വ്യക്തിയെ കാണണം. നമ്മളതിനെക്കുറിച്ച് ആലോചിച്ചപ്പം ആ ആൾ പറയാണ്, ഒരാളെ കണ്ട കാര്യം നടക്കും. അപ്പം നമ്മൾ ചോദിച്ചാൽ ശരിയാ, ഒരാൾ കാണും, ഒരാളെ കണ്ട കാര്യം നടക്കും. ഒരാളെ കണ്ട നീ പറഞ്ഞാൽ നിൻ്റെ കാര്യം നടത്തിത്തരും. അപ്പം നമ്മൾ ചോദിക്കും, അതാരാ? അവൻ പറയും, അത് ഞാൻ തന്നെയാ. അതാ ഇവിടെ പറഞ്ഞേക്കുന്നത്, അത് ഞാൻ തന്നെയാ. ഒരാളെ കണ്ട കാര്യം നടക്കും. അതാരാ? അത് ഞാൻ തന്നെ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം വളരെ നമ്മൾ വ്യക്തമായി വായിക്കുമ്പോഴേ മനസ്സിലാവും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ക്രിസ്തു. മനസ്സിലാവുന്നുണ്ടോ? നമ്മെ ക്രിസ്തുവിൽ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ക്രിസ്തു. നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവൻ നമ്മളെ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചത് അവൻ തന്നെയാണ്. ഹല്ലേലൂയ. അവൻ തന്നെ ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ട് നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പം ഒരു അപേക്ഷ കൊണ്ട് എഴുതി ക്ലാർക്കിൻ്റെ കയ്യിൽ കൊടുത്താൽ ക്ലാർക്കിൻ്റെ കയ്യിൽ കൊടുത്തത് കൊണ്ട് ആ അപേക്ഷ സാധ്യമാകത്തില്ല. അവിടുത്തെ ഇരിക്കുന്ന പിയൂണിൻ്റെ കയ്യിൽ കൊടുത്തത് കൊണ്ടും അപേക്ഷ സാധ്യമാകത്തില്ല. അതിൻ്റെ അതോറിറ്റി ഒരു ഒപ്പിടണം. ആ ഒപ്പിട്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ചെക്ക് ബാങ്കിൽ കൊണ്ട് കൊടുത്താലും ആലിലെ പൈസ ബാങ്കിൽ കിടപ്പുണ്ട്, ചെക്ക് ബുക്ക് എൻ്റേതാണ്, ചെക്ക് ബുക്കിൽ അടിച്ചിരിക്കുന്ന പേരും എൻ്റേതാണ്, എൻ്റെ പൈസയാണ്. പക്ഷേ അത് എടുക്കണമെങ്കിൽ ഈ കടലാസ് ബാങ്കിൽ കൊണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ സൈൻ ഉണ്ടല്ലോ, കാശ് താന്ന് പറഞ്ഞാൽ ക്ലാർക്ക് കാഷ്യർ തരത്തില്ല. കാഷ്യർ കാശ് തരണമെങ്കിൽ അതിൻ്റെ കാഷ്യർ ചെക്ക് ചെയ്ത് വെച്ച് അതിലൊരു ഒപ്പ് വെക്കും. അന്നേരമേ എൻ്റെ പൈസ എനിക്ക് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ക്രിസ്തു എന്ന് പറയുമ്പോൾ നിന്നെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ ക്രിസ്തു അനുഗ്രഹിച്ചിരിക്കുന്നത് തൻ്റെ സ്വന്തം രക്തം കൊണ്ട് ഒപ്പിട്ട കടലാസ് നിന്റെ കയ്യിൽ തന്നിട്ടാണ്. അവൻ്റെ രക്തം കൊണ്ട് അവൻ തന്നെ ഒപ്പിട്ട കടലാസ് നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. അതാണ് സ്വർഗീയ അനുഭവങ്ങളാൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശ്വാസം കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താലാണ് നീങ്ങുന്നത്. ഒത്തിരി വിശാലമായ വിഷയമാണ്, അത് ഗുളിക രൂപത്തിൽ പറഞ്ഞെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു സ്ത്രീയോട് ഈ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ലൂക്കോസ് 8:48, അതുകൂടെ എടുത്തുകൊണ്ട് ചിന്ത അവസാനിപ്പിക്കുക. ലൂക്കോസ് 8:48.
ലൂക്കോസ് 8:48. ആ, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക. ഇതേ സംഭവം തന്നെ മർക്കോസിലും കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് എടുത്തേ. അത് 5:34. മർക്കോസ് 5:34. ആ, അവിടെ പറയുന്നു, നീ സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് രണ്ടിടത്തും കർത്താവായ യേശു ക്രിസ്തു ആ സ്ത്രീയോട് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, ഒന്ന്, നീ സമാധാനത്തോടെ പോവുക. രണ്ട്, ഹല്ലേലൂയ, സൗഖ്യത്തോടെ പോകുക. നിന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും നിന്റെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കുവാനും വിശ്വാസത്തിൻ്റെ ബലത്തെ മുറുകെ പിടിക്കുമ്പോൾ ഹല്ലേലൂയ സ്വസ്ഥതയും സമാധാനവും. ഇതിൻ്റെ പശ്ചാത്തലം എവിടെയാണെന്നറിയാമോ? പള്ളിപ്രമാണിയായ യായൂറോസ് ചെന്ന് ഹല്ലേലൂയ യേശുവിനോട് ചെന്ന് പറഞ്ഞു, ആളിനെ വിട്ടിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ എൻ്റെ മകൾ 12 വർഷമായ പ്രായമുള്ള ഒരു മകൾ സുഖമില്ലാതെ കിടക്കുന്നു. യായിറോസ് ധനക്കാരനാ, പള്ളി പ്രമാണിയാ കേട്ടോ, പള്ളിയിലെ ട്രസ്റ്റി, അതുക്കും മേലെ, അതിലും വലിയ ആളാണ്, ധനികനായ ഒരു വ്യക്തിയാണ്. അവന് 12 വയസ്സുള്ള ഒരു മകള് രോഗിയായി കിടക്കുന്നു. അവിടേക്ക് പോകുന്ന യാത്രയുടെ നടുവിലാണ് ഈ സംഭവം. ഇവിടെ വേറൊരു ധനികത്തിയായ വ്യക്തി, ഇവർക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. അവിടെ വായിക്കുമ്പോൾ അറിയാം, അവരുടെ സമ്പത്ത് മുഴുവനും ഡോക്ടർക്ക് കൊടുത്തു. ഇന്നൊരു ആശുപത്രി കയറണമെങ്കിൽ വീടിൻ്റെ ആധാരവും പോരാ, വേറൊരാളുടെ ജാമ്യം കൂടെ വേണം. നല്ലൊരു ആശുപത്രി കയറിയാൽ തീരുന്ന കാശൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിലില്ല. ഒരാശുപത്രി പോകാനുള്ള പൈസ പോലുമില്ല. അവരുടെ സമ്പത്ത് മുഴുവനും പല വൈദ്യന്മാർക്ക് കൊടുത്തു. അൾട്രാസൗണ്ട് എടുക്കുക, സ്കാൻ എടുക്കുക, CT സ്കാൻ എടുക്കുക, MRI സ്കാൻ എടുക്കുക, അത് കഴിഞ്ഞ് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇതെടുക്കുക, ഇതെല്ലാം അവർ ചെയ്തു. 2 ധനികരായ വ്യക്തികൾ, യായിറോസ് എന്ന് പറയുന്ന ഒരു ധനികൻ ഒരു സൈഡില്, ഹല്ലേലൂയ, ഒരു സ്ത്രീ, ഒരു ധനികയായ സ്ത്രീ ഒരു സൈഡില്. യായിറോസിന്റെ മകൾക്ക് 12 വയസ്സ്, ഈ ധനികയ്ക്കായ സ്ത്രീക്ക് 12 വർഷമായി രോഗം. ഹല്ലേലൂയ. ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം, കാഴ്ചയാലല്ല വിശ്വാസത്താലാ നടക്കേണ്ടത്. നമ്മൾ ലോകത്തിൻ്റെ ധനികതയും ലോകത്തിൻ്റെ ഭവനവും, ഉയ്യോ അവൻ്റെ അവസ്ഥ കണ്ടോ, അവൻ്റെ ലെവല് കണ്ടോ, അവൻ്റെ വീട് കണ്ടോ? 2 ധനികരുടെ ജീവിതത്തിലെ വേദനയാണ് ഇവിടെ കാണിക്കുന്നത്. 2 ധനികരുടെ ജീവിതത്തിലെ വ്യഗ്രത, പ്രയാസമാണ് ഇവിടെ കാണുന്നത്. കാഴ്ചയാൽ ന്യായം വിധിച്ച് വിശ്വാസത്തെ അളക്കരുത്. കാഴ്ചയാലല്ല വിശ്വാസം. യായിറോസ് ധനികനാ, പക്ഷേ 12 വയസ്സുള്ള മകൾ, അയാളുടെ ഭവനത്തിൽ ഒരു ഞരക്കം. ഹല്ലേലൂയ. ഈ സ്ത്രീ ധനികയായ സ്ത്രീയ, അവരുടെ ജീവിതത്തിൽ ഒരു ഞരക്കം. ഇത് രണ്ടും കാഴ്ചയാൽ നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യരുത്. വിശ്വാസത്തെ വേറൊരുവനുമായിട്ട് കമ്പയർ ചെയ്ത് കണക്കാക്കരുത്. വേറൊരു വ്യക്തിയെ കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താലാ നടക്കുന്നതെന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. യായിറോസിൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ഹല്ലേലൂയ ആ സ്ത്രീ അവനെ കണ്ടിട്ട് അവൻ്റെ വസ്ത്രത്തിൽ തൊടുന്നത് നിങ്ങൾക്കറിയാം. ദൈവത്തെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഭവം, പലയിടങ്ങളിൽ ചെന്നപ്പോൾ പലരുമായിട്ട് പ്രാർത്ഥിച്ചും കാണും. അവർ പല ഡോക്ടറെ കാണാൻ പോയെങ്കിൽ 12 വർഷമായി പണി നടത്തുകയാണെങ്കിൽ പലരെയും കാണാൻ ശ്രമിച്ചും കാണും. എല്ലാം അവർ ജനത്തിരക്കിനിടയിലൂടെ വലിയ ജനസന്നാഹത്തിനിടയിലൂടെ നുഴഞ്ഞു കയറുന്നെങ്കിൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കൊള്ളണം പ്രിയമുള്ളവരെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുക്കുന്നതിന് മുഹൂർത്തവും സമയവും സന്ദർഭവും എല്ലാം ശരിയായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം, എല്ലാം ശരിയായിട്ട് ഞാൻ വീട്ടിൽ പ്രാർത്ഥന വെക്കാം, എല്ലാം ശരിയായിട്ട് ഞാൻ ഉപവസിക്കാം, എല്ലാ ലൈനും ക്ലിയറായിട്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് അടുക്കാം. ജീവിതത്തിൽ നടക്കത്തില്ല. ഹല്ലേലൂയ. 100 പേര് തടസ്സമായി നിന്നാലും 1000 പേര് തടസ്സമായി നിന്നാലും എൻ്റെ ആവശ്യം എനിക്കറിയാം, നുഴഞ്ഞു കയറുവാൻ. ഹല്ലേലൂയ. സാഹചര്യം അനുസരിച്ചല്ല വിശ്വാസത്തിൻ്റെ ബലം, പിന്നെയോ പ്രതിസന്ധിയുടെ നടുവിലാണ് വിശ്വാസത്തിൻ്റെ ബലം അളക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഉറങ്ങാൻ കഴിയും. നമുക്ക് സുന്ദരമായിട്ട് ഒരിക്കലും ഒരു ദൈവദാസൻ ഒരു ഭവനത്തിൽ പ്രാർത്ഥന നടക്കുകയാണ്.
ഭവനത്തിൽ പ്രാർത്ഥന നടക്കുമ്പോൾ അയലോക്കത്തുള്ളവർ പറഞ്ഞു, ഈ പരിപാടി പറ്റത്തില്ല, ഇവിടെ ഭയങ്കര ബഹളമാണ്, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി കിടന്ന് ഭയങ്കര ബഹളമാണ്, ഇത് സ്ഥിരമാണ്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് വീട്ടുടമസ്ഥൻ വന്നിട്ട് പറഞ്ഞു, വാ നോക്കട്ടെ എങ്ങനെയാ ബഹളം. ചെന്നപ്പോൾ അവർ ഉച്ചത്തിൽ തമ്പാറടിച്ച് വലിയ പാട്ടൊക്കെ പാടി വലിയ പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേര് സുഖമായിട്ട് കുത്തിയിരുന്ന് ഉറങ്ങുന്നു. നോക്ക്, അതിനിടയ്ക്ക് ഒരാൾ വരുന്ന് ഉറങ്ങുന്ന കണ്ടില്ലയോ? അപ്പോൾ ഉറങ്ങാൻ കഴിയുമേ? ഇതിനകത്ത് ഉറങ്ങാൻ കഴിയുമേ? അതുപോലെ അങ്ങ് ഉറങ്ങിയാൽ മതി. ഈ ഉടമസ്ഥൻ പറയുക, ഇങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ ഇരിക്കാൻ പറ്റും. ഇങ്ങനെ ജീവിതത്തിൽ വിശ്വാസത്തിൽ, കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. ദൈവ മകളെ, നിന്റെ വിശ്വാസം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വിശ്വാസത്താൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ ദൈവസന്നിധി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന് അതീതമായി, ഹല്ലേലൂയ, ഞങ്ങൾ കാഴ്ചയാലല്ല, കാഴ്ചയിലൂടെയാണ് ഇസ്രായേലിനെ യഹോവ നടത്തിയത്. അവർ യുദ്ധം നടത്തേണ്ടടുത്ത് യുദ്ധം നടത്തി. 10 അടയാളങ്ങൾ അവിടെ നടത്തി. മരുഭൂമിയിൽ മന്ന നൽകി, പാറയിൽ വെള്ളം നൽകി. ഇതിനപ്പുറമായി ഇതാ ഞാൻ പുതിയ ഒന്ന് നടത്തുന്നു. അന്ന് മധ്യസ്ഥൻ നിന്ന പുരോഹിതർ മരിച്ചു, അന്ന് മധ്യസ്ഥൻ നിന്ന പ്രവാചകന്മാർ മരിച്ചു, അന്ന് പ്രാർത്ഥിച്ച പ്രവാചകന്മാർ മരിച്ചു, അവരെല്ലാം മരിച്ചു. എബ്രായ ലേഖനം 4:14 പറഞ്ഞിരിക്കുക, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതിനാൽ നമ്മളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെല്ലാം അവരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ, മരിച്ചപ്പോൾ, എനിക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ, ഒരു മധ്യസ്ഥൻ, അവൻ മരിച്ചില്ല, ആകാശത്തിലൂടെ കടന്നുപോയി പിതാവിൻ്റെ അടുത്ത് ഇരുന്നവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. കാഴ്ചയാലേ അല്ല, വിശ്വാസത്താൽ. വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ഹല്ലേലൂയ. വിശ്വാസമെന്നത്, ഹല്ലേലൂയ, ദൈവത്തിൽ കണ്ണടച്ച് വിശ്വസിക്കുന്നതല്ല, ദൈവത്തിലുള്ള വിശ്വസ്തത. ദൈവത്തിൽ വിശ്വസ്തതയിൽ, എൻ്റെ വിശ്വസ്തതയിലുള്ള ഉറപ്പാണ് വിശ്വാസം. എൻ്റെ വിശ്വസ്തതയിലുള്ള ഉറപ്പാണ് വിശ്വാസം. ഹല്ലേലൂയ. ആ വിശ്വാസത്താൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉറക്കങ്ങൾ മാറും, നമ്മുടെ മന്ദത മാറും, ഭവനത്തിൻ്റെ മന്ദത മാറും, നമ്മുടെ ജീവിതത്തിൻ്റെ ജീർണത മാറും, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറും. കാഴ്ചയാലല്ല, ഞാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ആ വിശ്വാസം പ്രതിസന്ധിയുടെ നടുവിലൂടെ നുഴഞ്ഞു ചെല്ലുവാൻ എന്നെ ബലപ്പെടുത്തുന്നെങ്കിൽ, കാറ്റുള്ളപ്പോൾ സുഖമായി ഉറങ്ങുമ്പോൾ പാതിരാത്രിയുടെ സമീപത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ വിശ്വാസത്തിന് വിലയുള്ളതാ. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവിലൂടെ, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥതയുള്ളവളായി മാറുക. ബാധ ഒഴിയാനും സമാധാനമുണ്ടാകുവാനും ഭവനത്തിൽ സ്വസ്ഥതയുണ്ടാകുവാനും ദൈവവചനത്തിൻ്റെ മുന്നിൽ വിറയ്ക്കുന്നവനായി തീരുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, 2 ധനികരുടെ ഭവനത്തിൽ വ്യഥ. ഹല്ലേലൂയ. അത് മാറുവാൻ ഒറ്റ മരുന്നേ ഉള്ളൂ, പ്രതിസന്ധിയുടെ നടുവിലൂടെ നടക്കുക വിശ്വാസത്തോടെ. ഹല്ലേലൂയ. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ, ഹല്ലേലൂയ, നടക്കുന്നത്. നമുക്ക് ആ നടപ്പിൽ നടക്കുവാൻ, ആ വിശ്വാസത്തിൽ നടക്കുവാൻ കഴിയുമെങ്കിൽ എൻ്റെ വഴികളെ നേരെയാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു, കൂട്ടായ്മയോടത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.